അർജന്റീനയുടെ മത്സരങ്ങൾക്ക് ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അൾജീരിയക്കെതിരെ ജൂൺ 17-ാം തീയതിയാണ് നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീനയുടെ ആദ്യ പോരാട്ടം. നിലവിൽ അർജന്റീന ആരാധകർക്ക് ഏറെ സന്തോഷകരമായ റിപ്പോർട്ടാണ് അർജന്റീൻ ക്യാമ്പിൽ നിന്നും പുറത്തു വരുന്നത്. അർജന്റീന ആരാധകർക്ക് സന്തോഷിക്കാൻ വകയുള്ള റിപ്പോർട്ട് തന്നെ. ആദ്യ റിപ്പോർട്ട് പരിക്കേറ്റ് പുറത്തായ ലിയനാർഡോ ബലേഡിക്ക് പകരം ആരാധകർ ആഗ്രഹിച്ച മാർക്കോ സെൻസിയെ തന്നെ സ്കലോണി ടീമിലെടുത്തിരിക്കുകയാണ്. മറ്റൊരു സന്തോഷ വാർത്ത എന്നുള്ളത് അർജന്റീൻ ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസ് തയ്യാറായി കഴിഞ്ഞു. നമുക്കറിയാം, എമിലിയാനോ മാർട്ടിനസിൻ്റെ കൈവിരലൊടിഞ്ഞിരുന്നു. അദ്ദേഹം ഫ്രണ്ട്ലി മത്സരങ്ങളിൽ നിന്നെല്ലാം വിട്ടുനിൽക്കുകയും പരിശീലന സെക്ഷനിൽ ഒറ്റക്കൈ ഉപയോഗിച്ചുകൊണ്ട് പരിശീലനം നേടുന്നതിൻ്റെ വീഡിയോയുമെല്ലാം സാമൂഹ്യ മാധ്യമങ്ങളിൽ നമ്മൾ കണ്ടിരുന്നു. ഇപ്പോൾ ഇതാ TYC സ്പോർട്സിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് അൾജീരിയക്കെതിരായുള്ള ആദ്യ മത്സരത്തിൽ അർജന്റീനയുടെ വല കാക്കാൻ എമിലിയാനോ ഉണ്ടാകും. അദ്ദേഹത്തിൻ്റെ മെഡിക്കൽ റിപ്പോർട്ട് നിലവിൽ അനുകൂലമായിരിക്കുകയാണ്. അദ്ദേഹത്തെ സ്കലോണിക്ക് ആദ്യ മത്സരത്തിൽ തന്നെ കളിപ്പിക്കാം. ഇത് അർജന്റീനൻ ആരാധകർക്ക് ഏറെ സന്തോഷകരമായ ഒരു റിപ്പോർട്ട് കൂടിയാണ്. ഇനി മറ്റൊരു വാർത്ത നിക്കോപാസിനെ കുറിച്ചാണ്. കഴിഞ്ഞ ദിവസം നടന്ന ഐസ്ലാൻഡിനെതിരായുള്ള ഫ്രണ്ട്ലി മത്സരത്തിന് ശേഷം ടെക്നിക്കൽ ജീവനക്കാർ നിക്കോപാസിന് വിശ്രമം നൽകിയിരിക്കുകയാണ്. അദ്ദേഹം ഏറെ നാളായി, അതായത് ഒരു മാസത്തോളമായി അദ്ദേഹം കളിച്ചിട്ട്. അതിനുശേഷം ഐസ്ലാൻഡിനെതിരെയാണ് അദ്ദേഹം ആദ്യമായി ഗ്രൗണ്ടിൽ ഇറങ്ങുന്നത്. ഐസ്ലാൻഡിനെതിരെയുള്ള മത്സരശേഷം താരം മികച്ച രീതിയിൽ തന്നെയാണ്. എങ്കിലും ഒരു മാസത്തിന് ശേഷമാണ് അദ്ദേഹം മത്സരത്തിൽ ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഓവർലോഡ് വരാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹത്തിന് വിശ്രമം നൽകാൻ അർജന്റീൻ കോച്ചിങ് സ്റ്റാഫ് തീരുമാനിക്കുകയുമായിരുന്നു. ഏതായാലും വരുന്ന ദിവസം അർജന്റീന അൾജീരിയയെ നേരിടും. അന്നത്തേക്ക് നിക്കോപാസ് റെഡി ആയിരിക്കും. പക്ഷേ സ്കലോണി അദ്ദേഹത്തെ സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ ഉൾപ്പെടുത്തുമോ എന്ന് കണ്ടറിയേണ്ടതാണ്. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലോകകപ്പിലെ കൂടുതൽ വാർത്തകളുമായി ഇനിയും കാണാം.